Good morning. Today we can discuss about types of physical fitness. First one, health related physical fitness, HRPF. Second one, performance related physical fitness. Third one, cosmetics fitness. Let us discuss about health related physical fitness. The fitness which has got direct link to efficient and smooth functioning of all system of body is called health related physical fitness. Regular exercise and balanced nutrition are the main ingredients of HRPF. It involves exercise activities that do in order to improve physical health and stay healthy. Health related fitness എന്ന് പറഞ്ഞാൽ directly linked to efficient and smooth functioning of all systems of the body is called health related physical fitness. അതായത് മസിൽസിൻ്റെ ബോണിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻ്റെ ഒക്കെ സ്മൂത്ത് ഫങ്ഷൻ പിന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ഫിറ്റ്നസ്സാണ് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് HRPF. ഡയറക്റ്റ് ലിങ്ക് ടു എഫിഷ്യൻ്റ് ആൻഡ് സ്മൂത്ത്, അതായത് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ നടക്കുന്നത്. അതിൽ എല്ലാ ഇൻറ്റേർണൽ ഓർഗൻ്റെ മസിൽസിൻ്റെ ബോൺസിൻ്റെ ഒക്കെ കറക്റ്റ് സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ഇസ് കാൾഡ് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. റെഗുലർ എക്സസൈസ്, സാധാരണ എക്സസൈസുകൾ ആൻഡ് ബാലൻസ് ന്യൂട്രീഷനായിട്ട് ബാലൻസ് ന്യൂട്രീഷൻ, അതായത് കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്, പ്രോട്ടീൻ, മിനറൽസ് ഒക്കെ അതിൻ്റെ കറക്റ്റ് ബാലൻസ് ആയിരിക്കും. ദ മെയിൻ ഇൻഗ്രീഡിയൻസ് ഓഫ് HRPF. അതാണ് അതിൻ്റെ HRPFൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇറ്റ് ഇൻവോൾവ്സ് എക്സസൈസ് ആക്ടിവിറ്റി ദാറ്റ് ഡു ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് സ്റ്റേ ഹെൽത്ത്. ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് ചെയ്യേണ്ടത്. ഇൻവോൾവ്സ് മെയിനായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. പിന്നെ ഇതിൽ അതായത് വാക്കിങ്, ജോഗിങ്, സിമ്പിൾ എക്സസൈസുകൾ, അടുത്തുള്ള ബോഡി വെയ്റ്റ് എക്സസൈസുകൾ, ജിമ്മിൽ ചെറുതായിട്ടുള്ള എക്സസൈസുകൾ, നമ്മുടെ ഫിറ്റ്നസ് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ. ഇതിനകത്ത് ഇംപ്രൂവ് ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് സ്റ്റേ ഹെൽത്ത്. ഫിസിക്കൽ ഹെൽത്തും പിന്നെ സ്റ്റേ ഹെൽത്തി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസാണ് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഇത് സാധാരണ നമ്മളെ അത്ലറ്റുകളൊന്നും ചെയ്യുന്നില്ല, നമ്മളെ ഹെൽത്ത് എന്ത് ചെയ്യാൻ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ചെയ്യുന്ന HRPF. The components of health related physical fitness: 1. Cardiovascular endurance. Second, muscular endurance. Second one, muscular strength. Third one, muscular endurance. Fourth one, flexibility. Fifth one, body composition. The cardiovascular endurance is the ability to exercise without becoming overly tired. എന്താണ് കാർഡിയോവാസ്കുലർ എൻഡ്യൂറൻസ്? എന്താണ് എബിലിറ്റി ടു എക്സസൈസ് വിത്തൗട്ട് ബിക്കം ഓവർലി ടയർഡ്. ക്ഷീണിക്കാതെ ഒരു എക്സസൈസ് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റി കാർഡിയോവാസ്കുലർ എൻഡ്യൂറൻസ്. കാരണം എന്താണ്? യുവർ ഹാർട്ട്, ലങ്സ് ആൻഡ് ബ്ലഡ് വെസൽസ് ആർ ഹെൽത്തി ആണെങ്കിൽ മാത്രമാണ് എന്താ കാർഡിയോവാസ്കുലർ എൻഡ്യൂറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ഉണ്ടാവുള്ളൂ, ഈ അത്തരത്തിലുള്ള നമ്മൾ ടയേർഡ് ചെയ്യാതെ എക്സസൈസുകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് ഹാർട്ട്, ലങ്സും ബ്ലഡ് വെസൽസും തമ്മിലുള്ള ഇന്റർ റിലേഷൻ, എന്താണ് ബന്ധം? നമ്മൾ ഹാർട്ടും ലങ്സും എന്താണ് ബന്ധം? ഹാർട്ട് പമ്പ് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഹാർട്ടിൻ്റെ എന്താ ഫങ്ഷൻ എന്താണ്? പമ്പിങ് ഫങ്ഷനാണ്. ലങ്സിൻ്റെ ഇൻഹെയിൽ എക്സെയിൽ അല്ലേ? എന്താണ്? ഓക്സിജൻ ഇൻഹെയിൽ, കാർബൺ ഡൈ ഓക്സൈഡ് എക്സെയിൽ ചെയ്യുക അല്ലേ? ഹാർട്ടിൻ്റെ ഫങ്ഷൻ എന്താണ്? ഹാർട്ടിൽ മസിൽസിലേക്കൊക്കെ നല്ല ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തിച്ചു കൊടുക്കുക. വേറൊരു ഫങ്ഷനുണ്ട് ഹാർട്ടിന്, മസിൽസിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടുള്ള ബ്ലഡ് ഹാർട്ടിലെത്തിക്കുക, അത് നേരെ ലങ്സിലേക്ക് പമ്പ് ചെയ്യുക. ഈ ലങ്സിൽ നിന്നാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുക. അവിടെ നിന്ന് എന്ത് ചെയ്യും? നമ്മൾ വലിക്കുന്ന ഓക്സിജൻ അല്ലേ, നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന ഇൻടേക്ക് ചെയ്യുന്ന ഓക്സിജൻ എന്ത് ചെയ്യും? ലങ്സിൽ വെച്ചിട്ട് ഹാർട്ട് പമ്പ് ചെയ്യുന്ന കാർബണേറ്റഡ് ബ്ലഡ് എന്ത് ചെയ്യും? ലങ്സിൽ വെച്ച് എക്സ്ചേഞ്ച് ആവും. അതിൽ ആ ബ്ലഡിലേക്ക് ലങ്സിൽ നിന്ന് ഓക്സിജൻ കയറുകയും പിന്നെ ആ ലങ്സിൽ നിന്ന് ബ്ലഡിൽ നിന്ന് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ലങ്സിലേക്ക് കയറുകയും ലങ്സ് നോസ്ട്രിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യാം. അത് ഹാർട്ട് നല്ല സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ
ലങ്സ് നമ്മൾ ശ്വസിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടല്ല, നല്ല ബ്രീത്തിങ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഹാർട്ടും കപ്പാസിറ്റി ഉണ്ടാവും. അത് കറക്റ്റ് എത്തിക്കണം ബ്ലഡ് വെസൽസിൻ്റെ, നല്ല കറക്റ്റ് ബ്ലഡ് വെസൽസിൽ ഈ ഫാറ്റും അങ്ങനത്തെ തരത്തിലുള്ള അസുഖങ്ങളും ഇല്ലാഞ്ഞാൽ എന്ത് ചെയ്യും, വളരെ ഹെൽത്തി ആയിരിക്കും. ഏത് ഹാർട്ട്, ലങ്സ്, ബ്ലഡ് വെസൽ ഹെൽത്തി ആയാൽ മാത്രമേ നമ്മൾ ടയേർഡാകാതെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് കാർഡിയോവസ്കുലർ എൻഡ്യൂറൻസ്. സെക്കൻഡ് വൺ മസ്കുലർ സ്ട്രെങ്ത്. നമ്മളിത് നേരത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചാൽ റെഫർ ടു ദ എമൗണ്ട് ഓഫ് ഫോഴ്സ് എ മസിൽ ക്യാൻ പ്രൊഡ്യൂസ് വിത്ത് എ സിംഗിൾ മാക്സിമം എഫേർട്ട്. അതിന് പറയേണ്ട ആവശ്യമില്ല. സിംഗിൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്ട്രെങ്ത് ഡിസ്കസ് ചെയ്തപ്പം സൈസ് ഓഫ് യുവർ മസിൽ ഫൈബർ and the ability of nerves to active muscle fiber are related to muscle strength. എന്താ മസിൽ സ്ട്രെങ്ത് എന്ത് ചെയ്യണം, മസിൽ സൈസിൻ്റെ അല്ലേ, മസിൽ സൈസിൻ്റെ ഫൈബറിൻ്റെ മസിൽ ഫൈബറിൻ്റെ സൈസും പിന്നെ നെർവിൻ്റെ കപ്പാസിറ്റി, മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് എന്ത് ചെയ്യുന്നത് റിലേറ്റീവ് മസിൽ സ്ട്രെങ്ത്തിനെ നിർണ്ണയിക്കുന്നൊരു ഘടകം കേട്ടോ. The muscular endurance is the ability, നമ്മൾ endurance പഠിച്ച സംഗതി തന്നെ, is the ability of a muscle or set of muscle to perform a repeated action without tiring. അല്ലേ, ടയറിങ് പറഞ്ഞാൽ ക്ഷീണിക്കാതെ, വിത്തൗട്ട് ടയർഡ് ചെയ്യാതെ, വിത്തൗട്ട് ടയറിങ് ക്ഷീണിക്കാതെ ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് മസിൽസിൻ്റെയും ഒരു സെറ്റ് ഓഫ് മസിലിൻ്റെ കപ്പാസിറ്റി മസ്കുലർ എൻഡ്യൂറൻസ്. ഇൻ ഫിസിക്കൽ ഫിറ്റ്നസ് ബോഡി കോമ്പോസിഷൻ ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് നെക്സ്റ്റ് വൺ ബോഡി കോമ്പോസിഷൻ അല്ലേ. Body composition is used to describe the percentage of fat, bone, water and muscle in human bodies. മസിൽസിലും അതുപോലെ ഫാറ്റിലും ബോണിലൊക്കെ എന്തുണ്ട്, വാട്ടർ ഉണ്ട് അല്ലേ. ഫാറ്റ്, ബോണ്, വാട്ടർ, മസിൽ ഇൻ ഹ്യൂമൻ ബോഡി ബിക്കോസ് muscular tissue take up less space in the body than fat tissue. ഈ ഫാറ്റ് രണ്ട് തരം ഫാറ്റ് ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ടാകുന്ന അറിയില്ല. രണ്ട് തരം ഫാറ്റ് ഉള്ളത്. എസെൻഷ്യൽ ഫാറ്റ്, അത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് നമ്മളെ ബോൺ മാരോയിൽ, പിന്നെ ഹാർട്ടിൽ, ഇൻ ദ ലങ്സ്, ഇൻ ദ ലിവർ, ഇൻ ദ സ്പ്ലീന്, പിന്നെ കിഡ്നി, ഇൻഡസ്റ്റൈനിൽ, നമ്മളെ കുടലുകളിൽ, പിന്നെ മസിൽസിൽ. ഈ എസെൻഷ്യൽ ഫാറ്റ് നമ്മൾ എന്ത് ചെയ്യുന്ന ഫിസിയോളജിക്കൽ ഫങ്ഷന് നിർബന്ധമാണ് എസെൻഷ്യൽ ഫാറ്റ്. പിന്നെ അടുത്തൊരു ഫാറ്റ് ഉള്ളത് ന്യൂട്രീഷണൽ റിസർവാണ്. ഈ എസെൻഷ്യൽ ഫാറ്റ് നമ്മളെ ഫിസിയോളജിക്കൽ ഫങ്ഷൻ, അതായത് നമ്മളെ ഇന്റേണൽ ഓർഗൻ ഫങ്ഷന് എസെൻഷ്യൽ ഫാറ്റ് നിർബന്ധമാണ്. അത് സ്റ്റോർ ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിലൊക്കെ ലങ്സ് അല്ല, എല്ലാ ഇന്റേണൽ ഓർഗൻസിലും ഈ ഫാറ്റ് സ്റ്റോർ ചെയ്യും. ഇപ്പോൾ സെക്കൻഡാണ് ഈ സ്റ്റോർ ചെയ്യുന്നത് എന്താണ്, റിസർവായിട്ട്, ന്യൂട്രീഷണൽ റിസർവായിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അതാണ് ഈ അഡിപ്പോസ് ടിഷ്യൂ. ശരീരത്തിലുള്ള അക്യൂമുലേഷൻ, ഒബീസിറ്റി ഡിഫൈൻ ചെയ്യുന്ന അക്യൂമുലേഷൻ ഓഫ് ഓവർ ഫാറ്റ് ഇൻ അഡിപ്പോസ് ടിഷ്യൂ അല്ലേ. അഡിപ്പോസ് ടിഷ്യൂവിൽ സ്റ്റോർ ചെയ്യുന്നതാണ് എന്ത്, റിസർവ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ തടി വെക്കുന്നതൊക്കെ ഈ അഡിപ്പോസ് ടിഷ്യൂവിൽ സ്റ്റോർ ചെയ്യുമ്പോഴാണ് ഈ ഫാറ്റ് കൂടുന്നത്. അപ്പം ഇത് അഡിപ്പോസ് ടിഷ്യൂവിൽ ഫാറ്റ് ഇങ്ങനെ കൂടുന്നതനുസരിച്ച് എന്താണോ തടി കൂടി ഇങ്ങനെ വരും അല്ലേ. പിന്നെ ഓരോ ബോഡി കോമ്പോസിഷന് ഓരോ ആളുകൾക്കും വ്യത്യാസം ഉണ്ടായിരുന്നു. ചിലർക്ക് മസിൽ ഉണ്ടാവും, പലതരത്തിലുള്ള ബോഡി കോമ്പോസിഷന്, ചിലർ അത്ലറ്റിക് ഉണ്ട്, ഡൈപ്ലാസ്റ്റിക് അങ്ങനെ പലതരത്തിലുള്ള ബോഡി കോമ്പോസിഷൻ ഉണ്ട്. പിന്നെ അതൊക്കെ വേറെ ക്ലാസ്സിൽ പഠിക്കാം, ഞങ്ങൾ വേറെ വായിച്ച് പഠിക്കുന്നത് നല്ലത്. ഇത് next one, performance related physical fitness, PRPF. It is also called as skill related fitness. This fitness will serve as a strong platform for higher performance in sports and games. It is meant for competition purpose and requires strenuous training program. PRPF, performance related physical fitness, will vary according to types of games and sports. Health-related physical fitness (HRPF) is not sufficient for aiming excellence in sports and games. It requires high-intensity exercise program.
സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഈ ഇന്റർനാഷണൽ അത്ലറ്റുകൾ അതുപോലെ ഈവൻ അവർ നമ്മൾ കോളേജിലൊക്കെ ഒക്കെ ചെയ്യുന്നത് ഒരു ലക്ഷ്യം, ഒരു അവർക്ക് ടാസ്ക് ഉണ്ടാവും, ദൗത്യം ഉണ്ടാവും അല്ലേ? ദൗത്യം ഉണ്ടാവും, ഒരു മോട്ടോ ഉണ്ട്, ഒരു എയിം ഉണ്ടാവും. ഒരു 100 മീറ്റർ ഒരു അത്ലറ്റ് ആണെങ്കിൽ അയാളുടെ ലക്ഷ്യം എന്താണ്? 100 മീറ്ററിൽ എത്ര സെക്കൻഡ് കുറച്ചുകൂടാന്നുള്ളതാണ്. അപ്പം മറ്റുള്ള ഓരോ ലക്ഷ്യങ്ങളുണ്ടാവും. പിന്നെ ഫുട്ബോളാണെങ്കിൽ ഫിറ്റ്നസ്, സ്പീഡ് ഉണ്ടാക്കുക, അങ്ങനത്തെ ഓരോ ഗെയിമിനും ഓരോ ടാക്ടിക്സും ഓരോ എക്സസൈസും ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടാവുക ഓരോന്നും. ദ ഫിറ്റ്നസ് വിൽ സെർവ് ആസ് എ സ്ട്രോങ് പ്ലാറ്റ്ഫോം ഫോർ ഹയർ പെർഫോമൻസ്. നല്ല പെർഫോമൻസ് കൂടാനുള്ള ഇതാണ് പ്ലാറ്റ്ഫോം അതിലുണ്ടാകും. ഇൻ സ്പോർട്സ് ആൻഡ് ഗെയിംസ്, ഗെയിംസ് ഇത് പ്യൂർലി സ്പോർട്സ് ആൻഡ് ഗെയിംസ് ബന്ധപ്പെട്ടാണ് പെർഫോമൻസ് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഇതിൽ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. PRF will vary according to types of games and the PRPF will vary according to types of games and sports. ഓരോ ഗെയിംസിനും സ്പോർട്സ് അനുസരിച്ചുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും അല്ലേ? വേറെ ചെയ്യും. ഗെയിംസിൻ്റെ ടാക്ടിക്സ്, അതിൻ്റെ ട്രെയിനിങ് മെത്തേഡ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും. HRPF ഈസ് നോട്ട് സഫീഷ്യൻറ്റ്. ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ഈസ് നോട്ട് സഫീഷ്യൻറ്റ്. നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്താണ് എന്ത്, അത് ഓൺലി ഫോർ എന്താണ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് HRP ഈസ് നോട്ട് സഫീഷ്യൻ്റ് അല്ല ഫോർ എയിമിങ് എക്സലൻസ് ഇൻ സ്പോർട്സ് ആൻഡ് ഗെയിമിംഗ്. സ്പോർട്സിനും ഗെയിംസിനും HRPF എന്താണ്? സഫീഷ്യൻ്റ് അല്ല. ഇത് റിക്വയർസ് ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ്, അതായത് ഹൈ ഇൻറ്റൻസിറ്റി കഠിനമായിട്ടുള്ള സ്ട്രെയിനസ് എക്സസൈസുകളാണ് പ്രോഗ്രാമിലാണ് ഇതിൽ നമ്മൾ ചാർട്ട് ചെയ്യേണ്ടത്. ദ കോമ്പണൻസ് ഓഫ് പെർഫോമൻസ് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. നമ്മൾ കോമ്പണൻസ് ഓഫ് ഫിറ്റ്നസ് പഠിച്ചില്ല, അത് തന്നെയാണ് സ്പീഡ്, സ്ട്രെങ്ത്, എൻഡുറൻസ്, ഫ്ലെക്സിബിലിറ്റി, കോർഡിനേഷൻ, എജിലിറ്റി. പിന്നെ കോസ്മെറ്റിക് ഫിറ്റ്നസ്. Cosmetic fit is meant for the effort of the individual to improve the outlook and appearance of the body than the health benefits. Cosmetic fitness relates to the outward appearance of an individual. It comes as a result or byproduct of the quest for health fitness. Cosmetic fit is meant for the effort of the individual to improve the outlook and the appearance of the body than the health benefit. ഹെൽത്ത് ബെനിഫിറ്റിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് കൊടുക്കുന്നത്? ഔട്ട്ലുക്കിന്, അപ്പിയറൻസിന്. അതൊരു ഇൻഡിവിജ്വലിൻ്റെ ഒരു എഫേർട്ടാണ് എന്ത് കോസ്മെറ്റിക് ഫിറ്റ്നസ് പറഞ്ഞാൽ. ആൻഡ് എഫേർട്ട് ഓഫ് ദ ഇൻഡിവിജ്വൽ ടു ഇംപ്രൂവ് ദ ഔട്ട്ലുക്ക് ആൻഡ് ദി അപ്പിയറൻസ് ഓഫ് ദി ബോഡി. ബോഡിൻ്റെ പുറത്തുള്ള ആകാരം, അപ്പിയറൻസ് അല്ലേ, ദാൻ ഹെൽത്ത് ബെനിഫിറ്റിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നതാണ് കോസ്മെറ്റിക് ഫിറ്റ്നസ് എന്ന് പറയുന്നത്. കോസ്മെറ്റിക് ഫിറ്റ്നസ് റിലേറ്റ്സ് ടു ദ ഔട്ട്വേർഡ് അപ്പിയറൻസ് ഓഫ് ഇൻഡിവിജ്വൽ. നമ്മളെ ഷേപ്പ് മാത്രമേ ഉള്ളൂ അല്ലേ, ഇൻഡിവിജ്വൽ ഷേപ്പ് മാത്രം. ഇറ്റ് ക്യാൻ കംസ് ആസ് എ റിസൾട്ട് ഓർ ബൈ പ്രൊഡക്റ്റ് ഓഫ് ദ ക്വസ്റ്റ് ഫോർ ദ ഹെൽത്ത് ഫിറ്റ്നസ്. ചിലപ്പോൾ ഹെൽത്ത് ഫിറ്റ്നസ് ചെയ്യുന്ന ആൾക്കാർക്കും ഇതൊക്കെ ഇതുണ്ടാവാം, നല്ല ഔട്ട്ലുക്ക് ഉണ്ടാവാം, നല്ല ഔട്ട്ലുക്ക്, നല്ല ഔട്ട്വേർഡ് അപ്പിയറൻസ് ഒക്കെ ഉണ്ടാവാം. അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് ഹെൽത്ത് ഫിറ്റ്നസിൻ്റെ. It includes heavyweight training in gymnasium. Heavyweight training in gymnasium, breast shaping surgery, fat removal surgery, skin surgery, etc. are few examples for cosmetic fitness. The main aim of this type of workout are merely aesthetic. Main aim of this type of workout are merely aesthetic. Beauty merely aesthetic and beauty ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം. So it is called cosmetic fitness. ഇപ്പം നിങ്ങൾ സർജറികൾ പലതരത്തിലുണ്ട്. ബ്രസ്റ്റ് സർജറി ഉണ്ട്, പിന്നെ ഈ ഇതില്ല നമ്മൾ തടി കുറക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു സർജറിയാണ്. ലങ്സ് അല്ല, ആമാശയം എന്ത് ചെയ്യും? കെട്ടുന്നൊരു പരിപാടിയുണ്ട്. അത് പകുതി കെട്ടി വെച്ചിട്ട് അതിൻ്റെ കപ്പാസിറ്റി ഒരു 50-30% കപ്പാസിറ്റി ഉണ്ടാവും അതിൽ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് വയറ് നിറയും. അപ്പോൾ നമുക്ക് എത്ര ആയാലും കഴിക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള സർജറികളൊക്കെ ഉണ്ട്. നമ്മൾ പഴയൊരു പാട്ടുകാരുണ്ട്, അദ്നൻ സാമി, അദ്ദേഹം തടി കുറച്ചത് ആ സർജറി ചെയ്തിട്ടാണ്.
അങ്ങനെ അത്തരത്തിലുള്ള കുറേ സർജറികൾ, സ്കിൻ റിമൂവൽ സർജറി, ഈ പ്രായം തോന്നുന്ന ഈ താടത്തിൽ ഈ ജോൻ്റെ അടിയിൽ താടൻ്റെ അടിയിലുള്ള ഫാറ്റ് ഒഴിവാക്കൽ, അങ്ങനത്തെ കണ്ണിൻ്റെ ഈ സൈഡിൽ ഇതൊക്കെ ഒഴിവാക്കുന്ന സർജറികളൊക്കെ ഉണ്ട്. ഫീച്ചേഴ്സ് ഓഫ് കോസ്മെറ്റിക് ഫിറ്റ്നസ് കൺസിഡറിങ് ഓഫ് ബ്യൂട്ടി മാത്രം ഇംപ്രൂവിങ് അപ്പിയറൻസ്, ഫോക്കസ് ഔട്ട്ലുക്ക്, ഹൈലി എക്സ്പെൻസീവ് ആണ്. എസെൻഷ്യാലിറ്റി ഈസ് ലെസ്, ഇത് ലെസ്സാണ്. ചില ആളുകൾക്ക് എസെൻഷ്യലാണ്, അതായത് ഫിലിം ആക്ടേഴ്സിന് അത്തരത്തിലുള്ള അതായത് ലൈംലൈറ്റിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഇത് എസെൻഷ്യലാണ്. പക്ഷെ നമ്മളെ പോലത്തെ ആളുകൾക്ക് ചിലപ്പോൾ എസെൻഷ്യൽ ആവില്ലാന്നുള്ളൂ. നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രം ആവശ്യമുള്ളൂ. ഇത്തരത്തിലുള്ള ഔട്ട്ലുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. ഫിറ്റ്നസ് ബാലൻസ്. Fitness balance is defined as a state that possessing all the physical fitness components in adequate and balanced proportion. It is the balanced proportion of all fitness components like cardiorespiratory endurance, strength, flexibility, and body composition. Fitness balance is defined as a state that possessing all the physical fitness components. താഴത്ത് പറഞ്ഞിട്ടുള്ള അതായത് കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ്, സ്ട്രെങ്ത്, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ബോഡി കോമ്പോസിഷൻ എല്ലാത്തിൻ്റെ അല്ലേ അതിൻ്റെ ബാലൻസ് പ്രപ്പോർഷനാണ് ഈ ഫിറ്റ്നസ് കോമ്പൗണ്ട്. താഴെ പറഞ്ഞിട്ടുള്ള ഫിറ്റ്നസ് കോമ്പൗണ്ട് ബാലൻസ് പ്രപ്പോർഷൻ്റെ ഒരു സ്റ്റേറ്റാണ്. അത് കരസ്ഥമാക്കിയിട്ടുള്ള ഒരു അവസ്ഥയാണ് എൻ്റെ ഫിറ്റ്നസ് ബാലൻസ് എന്ന് പറയുന്നത്. It is the balanced proportion of all fitness components like cardiorespiratory endurance, strength, flexibility and body composition. Equally important and specific training session may include in weekly fitness workout plan for balanced development of endurance, strength, flexibility. Equally important and specific training session may include in weekly fitness workout. നമ്മൾ ഫിറ്റ്നസ് വർക്കൗട്ടിൽ എന്ത് ചെയ്യണം, സ്പെസിഫിക് ട്രെയിനിങ് ഉണ്ടായിരിക്കണം അല്ലേ. സ്പെസിഫിക് ട്രെയിനിങ് സെഷൻ ഉണ്ടായിരിക്കണം. അത് വർക്കൗട്ട് ഫോർ ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എൻഡ്യൂറൻസ്, സ്ട്രെങ്ത്, ഫ്ലെക്സിബിലിറ്റി. എൻഡ്യൂറൻസ് കൂട്ടാൻ, സ്ട്രെങ്ത് കൂട്ടാൻ, ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ അത് ബാലൻസ്ഡ് വർക്കൗട്ടായിരിക്കണം. ഫിറ്റ്നസ് വർക്കൗട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ഫിറ്റ്നസ് ബാലൻസ് ഉണ്ടാവുകയുള്ളൂ. Modern concept of wellness. Wellness is an effort of the individual to be healthy, fit and happy. Wellness is effort of the individual ആണ് അല്ലേ. ടു ബി ഹെൽത്തി, ഫിറ്റ് ആൻഡ് ഹാപ്പി, വളരെ സന്തോഷത്തിലും ഫിറ്റിലും എല്ലാ ആരോഗ്യത്തിലും ഇരിക്കുക എന്നുള്ളത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഒരു എഫേർട്ടിനാണ് വെൽനെസ് എന്ന് പറയുന്നത്. വെൽനെസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ കോൺസ്റ്റന്റ് എഫേർട്ട് ഓഫ് ഇൻഡിവിജ്വൽ to attain a state of well-being. നല്ല സുഖത്തിലിരിക്കുക. അതിനാൽ വെൽബീയിങ് മീൻസ് ഹെൽത്തി, ഫിറ്റ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കണം. ഇത് റിഫ്ലക്ട് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന ക്വാളിറ്റി ഓഫ് എന്ത് ചെയ്യുന്നു, വെൽനെസ് ക്വാളിറ്റി ഓഫ് ലൈഫിൻ്റെ ക്വാളിറ്റിയെ റിഫ്ലക്ട് ചെയ്യുന്നത് encompasses all aspects of life like physical. It consists of, it encompasses all aspects, എല്ലാ ആസ്പെക്റ്റും ഉൾക്കൊള്ളുന്നു ഓഫ് ലൈഫ് ലൈക്ക് ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ, ഇമോഷണൽ, പ്രൊഫഷണൽ, ഇൻവോൾവ്മെൻറ്റ് ആൻഡ് സ്പിരിച്വൽ. ഇതൊക്കെ ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ, ഇമോഷണൽ, പ്രൊഫഷണൽ, ഇൻവോൾവ്മെൻറ്റും സ്പിരിച്വൽ നമ്മളൊക്കെ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അതെല്ലാം ഉൾക്കൊള്ളുന്ന ആണ് എന്ത് ചെയ്യുന്നത് വെൽനെസ് എന്ന് പറയുന്നത്. അതിന് കരസ്ഥമാക്കാനുള്ള ഇതൊക്കെ കരസ്ഥമാക്കാൻ എന്താണ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഈസ് എസെൻഷ്യൽ ഫോർ അച്ചീവിങ് വെൽനെസ്. വെൽനെസ് അച്ചീവ് ചെയ്യാൻ എന്തെങ്കിലും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിർബന്ധമാണ് കേട്ടോ. ഓക്കെ, let us wind up this session. Okay, thank you.